മാർക്സിസ്റ്റ് പാർട്ടി തുടരുന്ന മൗനം, ആ മൗനം മാർക്സിസ്റ്റ് പാർട്ടി അവസാനിപ്പിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ മലപ്പുറം പരാമർശത്തിന്റെ പേരിൽ വലിയ ആക്ഷേപം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി അത് തിരുത്താൻ കാണിച്ച തിടുക്കം, ഇതുവരെ അദ്ദേഹം ഈ കേസുകളിൽ പെട്ടിട്ടുള്ള കള്ളക്കടത്ത് കേസുകളിൽ പെട്ടിട്ടുള്ള ആളുകളുടെ പേരുകൾ പുറത്തുവിടാൻ, ആ പേരുകൾ പുറത്തുവിടാൻ അദ്ദേഹം കാണിക്കുന്നില്ല. ആ നിലയിൽ അദ്ദേഹം ഈ പറഞ്ഞ 99% എന്ന് പറയുന്ന കണക്ക് അത് ശരിയാണ് എന്ന് വിശ്വസിക്കേണ്ടി വരും. രണ്ട്, ADGPയുടെ വിഷയത്തിൽ നിങ്ങളെല്ലാവരും, മാധ്യമങ്ങളെല്ലാവരും ഇന്നലെ ഒരു റിപ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞ് വലിയ വാർത്തയായിരുന്നു വൈകുന്നേരം. ഇതുവരെ അതിനുശേഷം പിന്നെ അനക്കമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ ബിനോയ് വിശ്വവും സംഘവും ഈ മഴ വരാൻ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ കുറേ ദിവസമായിട്ട് കാത്തിരിക്കുകയാണ്. കാരണം ഉടനെ ഉണ്ടാകും. നിയമസഭാ സമ്മേളനത്തിന് മുൻപുണ്ടാകും. നിയമസഭാ സമ്മേളനം വെള്ളിയാഴ്ച തുടങ്ങി ഔപചാരികമായിട്ട്. ഇന്നലെ റിപ്പോർട്ട് വന്നപ്പോൾ ഇതാ ഉടനെ മഴ വരും എന്നുള്ള പ്രതീക്ഷയിലെ. അപ്പോൾ ആ ഒരു സാഹചര്യം ശത്രുക്കൾക്ക് പോലും ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുണ്ട്. എന്തായാലും തിരുവനന്തപുരം കള്ളക്കടത്തും കരിപ്പൂര് വഴി നടന്നുകൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇതൊക്കെയായിട്ട് ADGPക്കുള്ള ബന്ധത്തെക്കുറിച്ച് വന്നിട്ടുള്ള വാർത്തകൾ, ആ വാർത്തകൾ 100% ശരിയാണ് എന്ന് വിശ്വസിക്കാൻ ഉതകുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തിൽ നടപടിയെടുക്കാൻ ഭയമുണ്ടാകുന്നതും സ്വാഭാവികമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ADGP, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുകളിലാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ മുഖ്യമന്ത്രിക്ക് കേരളത്തിൻ്റെ ഭരണത്തിൽ തുടരാൻ അവകാശമില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, എന്ന് നിലപാടെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് ഉന്നയിച്ചിട്ടുള്ളത്. CPI ഈ കാര്യത്തിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടെങ്കിൽ ADGP കുറ്റക്കാരനാണ്, ADGPയെ മാറ്റണം. അങ്ങനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ADGPയെ മാറ്റാതിരിക്കുന്ന സാഹചര്യത്തിൽ CPI ADGPയെ മാറ്റണമെന്നുള്ള ആവശ്യം തുടരെ ഉന്നയിക്കുന്നതിനപ്പുറത്തുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടെടുക്കുന്നതിന് സന്നദ്ധരാകുമോ എന്നുകൂടി അറിയാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുക. അല്ല, അവരെന്താ നിലപാടെന്ന് ഞാനൊന്നും പറയുന്നില്ല. അവരുടെ മുന്നണിയിൽ ആരൊക്കെ വേണമെന്ന് അവരാണല്ലോ തീരുമാനിക്കുന്നത്. പക്ഷേ അവരെ ഒരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സ്ഥിരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിയമസഭയ്ക്ക് മുൻപെങ്കിൽ തീരുമാനം ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുന്നു, മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുന്നു. അത് കഴിഞ്ഞാൽ അടുത്ത എന്താണ് ആവശ്യപ്പെടലിനപ്പുറത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. തീരുമാനം എടുക്കുന്നതും എടുക്കാത്തതും മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ്. മുഖ്യമന്ത്രി എടുക്കുന്ന ഏത് തീരുമാനവും ഞങ്ങൾ അംഗീകരിക്കുന്നതാണെങ്കിൽ അതും കൂടി പറയാം. അല്ല, ഈ സാഹചര്യത്തിൽ ADGP ആരെയാ കണ്ടിരിക്കുന്നു? അല്ല, ADGP കണ്ടിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ് കണ്ടത്? ഇതൊക്കെ ADGP പറയട്ടെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയട്ടെ. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് പറഞ്ഞയച്ചതെങ്കിൽ അങ്ങനെ പറയട്ടെ. RSS ഏതായാലും ഈ ADGPയെ കണ്ടിട്ട് ADGPയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്തെങ്കിലും ഒരു നടപടിക്ക് വേണ്ടി RSSന്റെ ഇന്ത്യയിലെ രണ്ടാമനായിട്ടുള്ള ഒരാൾ അതിനു വേണ്ടിയിട്ട് തയ്യാറാവേണ്ട ഗതികേട് RSSനില്ല. RSSന് ഇഷ്ടംപോലെ നേതാക്കന്മാർ ഉണ്ടല്ലോ. അതിനു വേണ്ടിയിട്ട് ഇന്ത്യയിലെ RSSന്റെ രണ്ടാമനായിട്ടുള്ള ഒരാൾ കേരളത്തിലെ ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ വേണ്ടി ഈ ADGPയെ കാണാൻ വേണ്ടിയിട്ട് RSSന്റെ രണ്ടാമൻ കേരളത്തിൽ വന്നിട്ട് ADGPയെ കണ്ട കാര്യമില്ല.
അപ്പോൾ വേറെ എന്തെങ്കിലും കാര്യത്തിലാണോ കണ്ടത് എന്നുള്ളത് ADGP ആണോ പറയേണ്ടത്. ബി ജെ പിക്കാരും അക്കാര്യത്തിൽ PV അൻവറിൻ്റെ രാഷ്ട്രീയ നിലപാടിനോട് യോജിക്കാൻ തയ്യാറുള്ള ഒരു ബി ജെ പിക്കാരനുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. BJPയുടെ രാഷ്ട്രീയ നിലപാട് മനസ്സിലായിട്ടുള്ള ഒരാളും അങ്ങനെ ഒരു പാർട്ടിയിൽ പോയില്ല. കാരണം കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്ന ആളുകളുമായിട്ട് BJPക്ക് ബന്ധമുണ്ടാക്കാനും സാധ്യമല്ല.